നല്ല ഫ്രഷ് ഹെൽത്തി ആൻഡ് സീസണൽ മെനു. ഈവൻ ഡിസേർട്ട്സ് പോലും ഒരു 595 കാലറീസിന് താഴെ കിട്ടുന്ന റെസ്റ്റോറൻറ്റ് ചെയിനായ സീസൺ 52 ആണ് ഇന്നത്തെ നമ്മുടെ ഫുഡോട് ഫുഡ്. വെൽക്കം ടു ഫുഡോട് ഫുഡ്. സീസൺസ് 52 എന്ന പേര് തന്നെ 52 വൈൻസ് ബൈ ഗ്ലാസ് എന്നുള്ളൊരു കൺസെപ്റ്റിൽ ഇൻസ്പയർഡ് ആയിട്ടാണ് വന്നതെന്ന് വായിച്ചിട്ടുണ്ട്. അപ്പോൾ മെയിൻ അട്രാക്ഷൻസ് വൈൻസ് തന്നെയാണ് ഇവിടെ. ഒരു 100-ൽ പരം വെറൈറ്റീസ്, ഒരു ഇൻ്റർനാഷണൽ സെലക്ഷൻസ് ഇവിടെ ഉണ്ടെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. നമ്മൾ ആദ്യം തന്നെ ഒരു വൈൻ ഫ്ലൈറ്റ് ചൂസ് ചെയ്തു. കാരണം ഒരു 3 സീസണൽ ഡ്രിങ്ക്സ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഓരോന്നും വളരെ ഫ്രഷാണ്, റിഫ്രഷിംഗ് ആണ്, ഒരു പെർഫെക്റ്റ് ബാലൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു ഫ്രൂട്ടി ടച്ച് മുതൽ ഒരു സിട്രസ് ഫ്ലേവർ വരെ, അല്ലെങ്കിൽ ഇച്ചിരിയുടെ സ്ട്രോങ് ആയിട്ടുള്ളതൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഫ്ലൈറ്റ് നമുക്ക് ഓർഡർ ചെയ്യാം. റെഡ് വൈന്, വൈറ്റ് വൈന്, മിക്സ്, സ്പാർക്ലിംഗ് വൈന് അങ്ങനെയൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മറ്റ് കോക്ടെയിൽസും അവൈലബിൾ ആണ്. ലെമൺ ഡ്രോപ്പ്, വൈൻസ് ബൈ ഗ്ലാസ് സെലക്ട് ചെയ്യാം, കുക്കുംബർ ബേസിൽ സ്മാഷ്, അങ്ങനെ പല പല റെഗുലർ വെറൈറ്റി കോക്ടെയിൽസും അവൈലബിൾ ആണ്. അങ്ങനെ വൈനും കോക്ടെയിലും ഒക്കെ നമ്മളിങ്ങനെ രുചി നോക്കിയിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മെയിൻ അപ്പറ്റൈസേഴ്സ് ഇങ്ങനെ വരും. മിക്കവാറും നമ്മൾ ഓർഡർ ചെയ്യാറുള്ള ഒരു ഡിഷാണ് ലംപ് ക്രാബ് ആൻഡ് ഷ്രിംപ് സ്റ്റഫ്ഡ് മഷ്റൂംസ്. അതായത് ഒരു മഷ്റൂം ക്യാപ്പിനകത്ത് ലംപ് ക്രാബും ഷ്രിമ്പും നല്ല ക്രീമി സ്പിനച്ചും ബ്രെഡ് ക്രംസും ഒക്കെ ആയിട്ട് സ്റ്റഫ് ചെയ്ത് ഒരു ബബ്ലിംഗ് ഹോട്ട് സ്കില്ലറ്റിൽ നമ്മുടെ കയ്യിലേക്ക് തന്നെ ഇങ്ങനെ കൊണ്ടുവരും. ആ ഒരു ബ്രിക്ക് ഓവനിലാണ് ഇവർ ഇതൊക്കെ ബേക്ക് ചെയ്യാറ്. പെർഫെക്റ്റ് ആയിട്ട് ഷെയറബിൾ ആയിട്ടുള്ള ഒരു അപ്പിറ്റൈസറാണിത്. ആഹി ട്യൂണ ടാറ്റർ, ഒരു കുഞ്ഞി ലെയേർഡ് കളർഫുൾ കേക്കൊക്കെ പോലെ നമ്മുടെ സുഷി ഗ്രേഡ് ട്യൂണയും അവക്കാഡോ, ട്രോപ്പിക്കൽ സാൽസോ ഒക്കെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്ന ഒരു ഡിഷാണ്. ഈ പ്രസൻറ്റേഷനൊക്കെ തന്നെ വളരെ ക്ലീനാണ്, ബ്രൈറ്റാണ്. പിന്നെ ഈ വസാബിയും ശ്രീരാച്ച സോസിൻ്റെയൊക്കെ ഒരു ചെറിയ സ്പൈസി ഒരു കിക്കും ഉണ്ട്. ഇതിൻ്റെ കൂടെ ഈ ഒരു ലവോഷ് ക്രാക്കേഴ്സ് തരും. ഇത് ഒരു തിൻ ക്രിസ്പി ഒരു അമേരിക്കൻ സ്റ്റൈൽ ഫ്ലാറ്റ് ബ്രെഡ് ക്രാക്കേഴ്സാണ്. മറ്റൊരു 10 out of 10 ഷെയറബിൾ ആയിട്ടുള്ളൊരു സ്റ്റാർട്ടറാണ് ഇവിടുത്തെ ഫ്ലാറ്റ് ബ്രെഡ്സ്. ഇതൊക്കെ ബ്രിക്ക് ഓവൻ ബേക്ഡ് ആണ്, നല്ല ക്രിസ്പി ക്രസ്റ്റാണ്. പല ഫ്ലേവർ കോമ്പിനേഷൻസിൽ ഇത് അവൈലബിൾ ആണ്. ഒരു പെർഫെക്റ്റ് എമൗണ്ട് ഓഫ് ചീസ് ഉണ്ട്. ഒരു കുറച്ച് ഒരു കറുമുറും ടേസ്റ്റൊക്കെ, അങ്ങനെ കടികളൊക്കെ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടാവുന്ന ഒരു ഫ്ലാറ്റ് ബ്രെഡ് ഓപ്ഷനാണ്. അതുപോലെ വെജിറ്റേറിയൻ ഓപ്ഷൻസ് വേണമെങ്കിലും അവൈലബിൾ ആണ്. ഈ റോസ്റ്റഡ് ടൊമാറ്റോ ഫ്ലാറ്റ് ബ്രെഡ് ഉണ്ട്, വുഡ് ഗ്രിൽഡ് ആർട്ടിച്ചോക്ക് ഫ്ലാറ്റ് ബ്രെഡ്, ഇതൊക്കെ അവൈലബിൾ ആണ്. ലൈറ്റ് ആപ്പിറ്റൈസേഴ്സ് അല്ല, ഇച്ചിരിയുടെ കനത്തിൽ എന്തെങ്കിലും കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സ്ലോ റോസ്റ്റഡ് മീറ്റ് ബോൾസ് അവൈലബിൾ ആണ്. മഷ്റൂം, വീല്, പോർക്ക്, ഗ്രാസ് ഫെഡ് ബീഫ് ഒക്കെ ഇട്ടിട്ടാണ് നമ്മുടെ ഈ മീറ്റ് ബോൾസ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോസായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ടൊമാറ്റോ ബേസിൽ സോസ്. അതുപോലെ തന്നെ സൂപ്പും സാലഡ്സും ഒക്കെ അവൈലബിൾ ആണ്. സീസണൽ, ഫ്രഷ് ആൻഡ് ഹെൽത്തി എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ 4 പ്രാവശ്യം ഇവരുടെ മെനു 4 സീസൺസ് അനുസരിച്ച് അത് മാറും. അതുപോലെ തന്നെ ഫ്രഷായിട്ട് അന്നേരം അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസാണ് ഉപയോഗിക്കുന്നത്, ഈവൻ വെജിറ്റബിൾസ് ഒക്കെ ആണെങ്കിലും. ഒരു ഡീപ്പ് ഫ്രയർ ഇല്ലാത്ത ഒരു റെസ്റ്റോറൻറ്റ് ചെയിനാണ്. നമുക്ക് കിട്ടുന്ന ഈ വിഭവങ്ങളെല്ലാം ഒന്നിൽ ഒരു ഓക്ക് ഫയർ ഗ്രില്ലോ അല്ലെങ്കിൽ ഒരു ബ്രിക്ക് ഓവൻ റോസ്റ്റിങ്ങോ അങ്ങനത്തെ ഏതെങ്കിലും ഒരു മെത്തേഡ് വെച്ചിട്ടായിരിക്കും കുക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് കിട്ടുന്ന ആ ഒരു ഫ്ലേവർ ശരിക്കും ഒരു ബ്യൂട്ടിഫുൾ ക്യാരമലൈസ്ഡ് സ്മോക്കി ഫ്ലേവർ നമുക്ക് കിട്ടും. ഫ്രയേഴ്സ് ഇല്ലാത്തതുകൊണ്ട് ഒരു ഹെവി ഓയിലിൻ്റെ ഒരു ഫ്ലേവർ ഇല്ല. പകരം വളരെ ലൈറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. എന്ന ടേസ്റ്റ് ആണെങ്കിൽ നല്ല ഡെപ്ത് ഉണ്ട്. ബിക്കോസ് പീക്ക് ഓഫ് സീസൺ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഹെർബ്സ് ഒക്കെ ആണല്ലോ അവർ യൂസ് ചെയ്യുന്നത്. ആൻഡ്രേസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ വുഡ് ഗ്രിൽഡ് ഫിലെ മിനിയോൺ, ഒരു റിച്ച് വൈൻ സോസ്,
റോസ്റ്റഡ് മഷ്റൂംസിൻ്റെ ഒരു എർത്തി ഫ്ലേവർ ഉണ്ട്. റോട്ടിസറി ചിക്കൻ ഉണ്ട്, വളരെ ജ്യൂസി ആൻഡ് ലെമൺ ഹണി ഗ്ലേസ് ഉണ്ട്, ഒരു സ്വീറ്റ് ആൻഡ് ടാർട്ട് ബാലൻസ് ഉള്ള ഒരു സാധനം. ഷ്രിംപ് ഉണ്ട്, ഷ്രിംപ് ആൻഡ് ഗ്രേറ്റ്സ്, ഒരു സ്പൈസി ചൊറീസോ ടച്ച് ഉണ്ട്. പിന്നെ സീ ഫുഡ് ഐറ്റംസ് ഉണ്ട്. സീ ബാസിൻ്റെ ഒരു ജിഞ്ചർ സെസമി ആ ഒരു ഗ്ലേസ് ആണ്, അതിൻ്റെ ഒരു ഏഷ്യൻ ട്വിസ്റ്റ് അതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ സ്കാലപ്സ് ഒക്കെ ആണെങ്കിലും ആ ഒരു പെർഫെക്റ്റ് ക്രിസ്പിനെസ് ഓൺ ദ ഔട്ട് സൈഡ്, ഒരു ബട്ടറി സോഫ്റ്റ് ഇൻസൈഡ്, അതൊക്കെ ടേസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു ബൈറ്റിൽ നമുക്ക് ആ ഒരു ഫ്രഷ്നെസ്സും ഒരു സ്മോക്കിനെസ്സും പെർഫെക്റ്റ് സീസണിങ്ങും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാം. ഇത്രയും ലൈറ്റാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാം 600 calories, 595 എന്നാണ് അവർ പറയുന്നത്. ആ കാലറീസിൻ്റെ അണ്ടറിലാണ്. അതുപോലെ തന്നെ എടുത്തു പറയാവുന്ന മറ്റൊരു ഐറ്റമാണ് ഇവരുടെ സൈഡ് ഡിഷസ്. ഷെയറബിൾ ടൈപ്പ് ഓഫ് സൈഡ് ഡിഷസ് ആണ് അവർക്കുള്ളത്. ഇപ്പം സ്വീറ്റ് പൊട്ടറ്റോ സ്കില്ലറ്റ് ആണെങ്കിലും ലോഡഡ് പൊട്ടറ്റോ സ്കില്ലറ്റ് ഉണ്ട്, യൂക്കോൺ മാറ്റ് സ്കില്ലറ്റ് ഉണ്ട്, മാക്ക് ആൻഡ് ചീസ് ഉണ്ട്. അങ്ങനെ പല വെറൈറ്റി ഐറ്റംസ്. ഇനി ഡെസേർട്ട് ടൈമിലേക്ക് വരാം. സീസൺ 52 തന്നെ ഏറ്റവും ബിഗ് ഹിറ്റാണ് ഈ മിനി ഇൻഡൾജൻസസ്. ഓരോന്നും ഓരോ ചെറിയ സൈസുള്ള, ഏകദേശം 200 to 350 calories ആണ് അവരുടെ ഒരു കാലറി റേഞ്ച് പറയുന്നത്. പക്ഷേ ടേസ്റ്റ് ബോംബാണ്, വളരെ പോപ്പുലറാണ്. ഒന്നിൽ കൂടുതൽ ഐറ്റംസ് നമുക്ക് വാങ്ങിക്കഴിക്കാം, എന്നാലും നമ്മളൊരു ആ ഒരു ഹെവി ഫീലിലേക്ക് വരത്തില്ല. സോ അവർ തന്നെ നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ആണ് അവൈലബിൾ ഉള്ളതെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത് നമുക്ക് കാണാം. No Seasons 52 experience is complete without one or two of our mini indulgences. I'll start it off. This here is our peanut butter torte. Contains dark chocolate and peanuts. That includes the Reese's cup as well. Key lime pie topped off with a toasted meringue with layers of graham cracker crust. Cookies and cream, self-explanatory. My favorite, raspberry chocolate chip cannoli, can be gluten-free without the cannoli shell. Belgian chocolate s'more, triple chocolate, chocolate cake, chocolate sauce, and chocolate mousse with white chocolate chips inside it. Toasted marshmallow, half chocolate dipped graham cracker. Turtle cheesecake, whipped cheesecake, graham cracker crust, caramel sauce, chocolate sauce, candied pecan on top. Oatmeal cookie cream pie. Last but not least is our pecan pie. At the bottom is a vanilla bean mousse, complements the pecan. Okay? എല്ലാം ഈ ഒരു ചെറിയ സൈസിലാണെങ്കിലും അതിൻ്റെ ഒരു ടേസ്റ്റ് ഇപ്പോഴും നമ്മുടെ മനസ്സിലിങ്ങനെ നിൽക്കുന്നുണ്ട്. ഇപ്പം കീ ലൈം പൈ ആണെങ്കിൽ അതിൻ്റെ ഒരു ടാർട്ടി ക്രീമിനെസ്, ബെൽജിയം ചോക്ലേറ്റ് സ്മോസിൻ്റെ ആ ഒരു ഈവൻ ആ ടോസ്റ്റഡ് മാഷ്മെല്ലോ പോലും ആ ഒരു ചെറിയ സൈസിലാണെങ്കിൽ കൂടി ആ ഒരു പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിലും ടേസ്റ്റിലും നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ കനോളി, റാസ്ബെറി കനോളിയുടെ ക്രിസ്പി ഷെല്ല്, പീക്കാൺ പൈയുടെ ഒരു നട്ടി സ്വീറ്റ്നെസ്, ഫ്രഷും ലൈറ്റുമായിട്ട് ഒരു ഇൻറ്റൻസ്ലി ഫ്ലേവർ പാക്ഡായിട്ട് ഈവൻ നമുക്ക് ഷെയർ ചെയ്ത് കഴിക്കാം. അല്ലെങ്കിൽ ഒരു ഐറ്റം തന്നെ വേണമെങ്കിൽ ഒന്നിൽ കൂടുതലാണെങ്കിലും നമുക്ക് വാങ്ങിച്ച് കഴിക്കാം. പക്ഷേ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഡിസേർട്ട്സ് ലവേഴ്സിന് ശരിക്കും ഒരു ഹെവനാണ് ഈ ഇവരുടെ ഡിസേർട്ട് മെനു. ഇപ്പം നമുക്കൊരു ഡേറ്റ് നൈറ്റിന് പോകണമെങ്കിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ഒരു ഔട്ടിങ്, കസിൻസുമായിട്ടൊരു ക്യാച്ചപ്പ്, ഈവൻ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു കമ്പനി ക്യാച്ചപ്പ് അല്ലെങ്കിൽ ഒരു ഗെറ്റ് ടുഗെദറിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് സീസൺസ് 52. കാരണം ഹെൽത്തി ആൻഡ് ഡെലീഷ്യസ് ഓപ്ഷൻസ് ആണുള്ളത്. ഈവൻ ഒരു ഹാപ്പി അവർ, ഒരു ഈവനിങ് മൺഡേ ത്രൂ ഫ്രൈഡേ 3 to 6 ഹാപ്പി അവർ ഉണ്ട്. ഇപ്പോൾ ഒരു ജോലി കഴിഞ്ഞിട്ടൊന്ന് പോയി ചെറിയ ഷെയറബിൾ ഐറ്റംസൊക്കെ നമുക്ക് വാങ്ങിച്ച് കഴിക്കാവുന്നതാണ്. ഗാർഡൻ സിറ്റിയിലുള്ള ഔട്ട്ലെറ്റിലാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. ഒപ്പം തന്നെ അവിടെ ഈ ഒരു ഈസ്റ്റർ സ്പെഷ്യൽ ബ്രഞ്ചും ഗ്രീൻ ബോക്സ് എന്ന് പറഞ്ഞിട്ടൊരു ടേക്ക് ഔട്ട് മെനുവും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു കോസി, മെമ്മറബിൾ ആൻഡ് ഒരു ഫ്രഷ് ഈറ്റ് ഔട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാവുന്നൊരു സ്പോട്ടാണ് സീസൺ 52. അപ്പോൾ ഇന്നത്തെ ഫുഡിൽ നിന്ന് ഞാനിവിടെ വാങ്ങുകയാണ്. ടേക്ക് കെയർ, ബൈ ബൈ.